പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന റംസാൻ മാസം ആരംഭിച്ചു കഴിഞ്ഞു. ലോകത്തെമ്പാടുമുള്ള മുസ്ലിമുകളുടെ വ്രതാനുഷ്ഠാന നാളുകളാണിത്. റോ ആൻഡ് അൺകട്ട് വിൻഡോസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് റംസാൻ്റെ പവിത്രതയെപ്പറ്റിയും അതിൻ്റെ പുണ്യ രൂപത്തെപ്പറ്റിയുമുള്ള ഒരു വീഡിയോയിലേക്കാണ്. ഗൾഫിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, പ്രത്യേകിച്ച് റംസാനിൻ്റെ പവിത്രതയും അതിൻ്റെ സവിശേഷതയുമെല്ലാം. ത്യാഗനിർഭരമായ ദിനങ്ങളാണ് ഇനിയുള്ളത്. മാത്രമല്ല, കരുണയുടെയും സഹവർത്തിത്വത്തിൻ്റെയും സഹോദരത്വത്തിൻ്റെയും എല്ലാം. ഇതേപ്പറ്റി കൂടുതൽ പറയാനായിട്ട് നമുക്ക് പ്രശസ്തനും പണ്ഡിതനും എഴുത്തുകാരനുമായ ഒരു ഖത്തീബിന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിനെപ്പറ്റി സംസാരിക്കും. കൂടാതെ പുണ്യമാസത്തിലെ സൽപ്രവർത്തികൾക്കായി ഒഴിഞ്ഞു വച്ചിരിക്കുന്ന ഓരോ മനുഷ്യ ജീവിതങ്ങളെപ്പറ്റി ഉത്ബോധിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സഹായകരമാകട്ടെ. റോ ആൻഡ് അൺകട്ട് വിൻഡോസ് അവതരിപ്പിക്കുന്ന ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻ്റ് എഴുതുക, കൂടാതെ ഷെയർ ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തിയാൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും റോ ആൻഡ് അൺകട്ട് വിൻഡോസിൻ്റെ നമസ്കാരം. ومن يرد ثواب
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഷഫീഖ് ഫൈസി, കായംകുളം ചാവക്കാട് അഞ്ചങ്ങാടി മഹൽ ഖത്തീബാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമദാൻ മാസം നമ്മുടെ മുന്നിലേക്ക് സമാഗതമാവുകയാണ്. കഴിഞ്ഞ വർഷക്കാലം ആരാധനാ ആലയങ്ങളൊക്കെ അടയ്ക്കപ്പെടുകയും ആരാധനാ കർമ്മങ്ങളൊക്കെ വീടുകളിൽ വെച്ച് നിർവഹിക്കപ്പെടേണ്ട ഒരു ദുരവസ്ഥ, അതിനെ നമ്മൾ അതിജയിച്ചുകൊണ്ട് വീണ്ടും ആരാധനാലയങ്ങളൊക്കെ റമദാനുമായി മുന്നൊരുക്കത്തോടുകൂടി ആഘോഷത്തിലാണ്. എങ്കിലും ഒരു ചെറിയ ഭയപ്പാട് നമുക്കിടയിലുണ്ട്. കാരണം കോവിഡ് പരിപൂർണമായിട്ടും മുക്തമാകാത്ത ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ആരാധനകൾ നിർവഹിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ആലോചനകളിലും മറ്റുമാണ് പണ്ഡിത സഭയും ഒപ്പം സർക്കാർ. തീർച്ചയായിട്ടും ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ആരാധനകളാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. എങ്കിലും റമദാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമാണ്. എന്ന് വെച്ചാൽ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, വ്രതം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. മുൻകാല സമുദായങ്ങൾക്ക് വ്രതം നിർബന്ധമാക്കപ്പെട്ടതുപോലെയാണ്. ഒരു നിബന്ധനയാണ്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത ഉള്ളവരായി തീരാൻ വേണ്ടിയാണ്. ഇസ്ലാമിന്റെ കർമ്മങ്ങൾ മുഴുവനും സൂക്ഷ്മതയിലാണ്. നിസ്കരിക്കുന്നു എന്ന് പറയുന്നു, നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിധേയത്വം കാണിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ്. തോന്നിയതുപോലെ ജീവിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം പരലോക മോക്ഷമാണ്, പരലോക വിജയമാണ്. ആ പരലോക വിജയത്തിന്റെ ഒന്നാമത്തെ നിബന്ധന സൂക്ഷ്മതയാണ്. ഇവിടെയും ഖുർആൻ പറഞ്ഞു, നോമ്പ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ പരിശുദ്ധി ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ ആത്മസംസ്കരണം നടത്തിക്കൊണ്ട് വിശ്വാസികളെ ഒരു യഥാർത്ഥ മനുഷ്യനിലേക്ക് നയിക്കുന്ന ഒരു കർമ്മമാണ് നോമ്പ്. അവിടെയാണ് പ്രവാചകന്റെ തിരുവചനം, അസൗമു ജുന്നത്തുൻ, നോമ്പ് ഒരു പരിചയമാണ്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന സകല തെറ്റുകളെയും തടഞ്ഞു നിർത്താൻ പറ്റുന്ന മനോഹരമായ ഒരു കവചം. അപ്പൊ ആ കവചമാകുന്ന നോമ്പിനെ നമ്മൾ സ്വീകരിക്കുകയും ഒപ്പം സാമൂഹിക പ്രതിബദ്ധതകളെ ഉണർത്തുന്ന ധർമ്മശീലം ഈ റമദാൻ മാസത്തിലാണ് നമ്മൾ മറ്റുള്ളവരുടെ വേദനകളെ കൂടുതലായിട്ട് കാണുക. ഈ സന്ദർഭത്തിൽ ജാതി മതങ്ങൾക്ക് അതീതമായിട്ടുള്ള ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക. മറ്റുള്ളവന്റെ വേദനകളും സങ്കടങ്ങളും എന്റേതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവന്റെ കണ്ണുനീര് നമ്മൾ ഒപ്പുകയും വേണം. ഇങ്ങനെയുള്ള അനുഷ്ഠാന കർമ്മങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമേ നോമ്പ് സ്വീകരിക്കപ്പെടുകയുള്ളൂ. അല്ലാതെ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു, പക്ഷെ സാമൂഹ്യപരമായ ഒരു പ്രതിബദ്ധതയും അവനക്കില്ല എങ്കിൽ അവന്റെ കർമ്മങ്ങളൊന്നും സ്വീകരിക്കപ്പെടില്ല എന്ന് ഖുർആൻ പോലും പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ തന്നെ ഈ നോമ്പുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുകയും ഒപ്പം സമൂഹത്തിന്റെ വേദനകളെ മനസ്സിലാക്കി സഹായിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാകണം. വിശുദ്ധമായ റമദാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ അത് പൂർണ്ണമായിട്ടും സ്വീകരിച്ചുകൊണ്ട് നല്ല നിലയ്ക്ക് നോമ്പ് അനുഷ്ഠിക്കുവാൻ പടച്ചവൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.